കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ആരെ കാണാൻ ആഗ്രഹിച്ചോ അയാളാണ് മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്. ഞാൻ ആരെ കാണാനാണോ ആഗ്രഹിക്കാത്തത് അയാളാ ഇപ്പൊ വിലങ്ങുതടിയായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്. എന്നോട് വെറുപ്പാണെന്നൊക്കെ അറിയാം. എങ്കിലും ദൈവം ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒരുക്കുന്നത് എന്തൊക്കെയോ മുന്നിൽ കണ്ടിട്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. സ്ഥിരമായിട്ട് ഈ വഴിക്കൊക്കെ പോകാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പൊ വരൂന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് വായി നോക്കി നിൽക്കൊന്നും വേണ്ട. എന്റെ വീട് ഇവിടെ അടുത്ത്, വേണമെങ്കിൽ ഒന്ന് കയറിയിട്ട് പോ. അങ്ങനെ കണ്ണിക്കണ്ടവന്മാര് വിളിക്കുമ്പോ അവന്മാരുടെ പിന്നാലെ വീട്ടിൽ കയറി പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, ചാരുവിന്റെ വീട്ടിലേക്ക്. അതെന്തിനാ വരുന്നേ? തന്നെ പെണ്ണ് കാണാൻ. പെണ്ണ് കാണാനോ? ആ പരിസരത്ത് പോലും താൻ വന്നു പോരുത്. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അയാൾ വന്ന് ചാരുവിനെയും വീട്ടുകാരെയും കാണുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞാൽ അതിനുശേഷം അവളുടെ പിന്നാലെ നടക്കുന്നതും അവളുടെ വീട്ടിലേക്ക് വരുന്നതും നല്ല ആണുങ്ങളുടെ ശീലമല്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തന്നെ കണ്ടാലേ ഒരു സിനിമാ നടിയുടെ ലുക്കുണ്ട്. ആരുടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞാനും ഓർക്കുന്നില്ല തന്നെ എവിടെ വെച്ചാ കണ്ടോണ്ട്. ഞാനും മിന്നായം പോലെ എവിടെ വെച്ചോ തന്നെ കണ്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണെന്ന് ഞാനും ഓർക്കുന്നില്ല. എന്തായാലും നമ്മൾ തമ്മിൽ വളരെ യാദൃച്ഛികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട്, ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ പിന്നാലെയുള്ള നടപ്പ് അവസാനിപ്പിക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഏയ്, ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് പൊയ്ക്കോ. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് മാറിയേക്കാം. അത് പറഞ്ഞ സ്ഥിതിക്ക് വരവ് അപ്രതീക്ഷിതമായിരിക്കും. വീട്ടിലെ നല്ല ചൂലിരിപ്പുണ്ട്, അതുകൊണ്ട് മുറ്റം അടിക്കാൻ. കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ മുറ്റം അടിക്കുന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നില്ല. ഞാനേ മുറ്റം അടിക്കില്ല, പക്ഷെ മുഖത്തടിക്കും. അതിനൊരു മടിയുമില്ല. ആരെന്റെ മുഖത്തടിച്ചാലും തിരിച്ച് തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം എന്റേത്. എന്നാ മോൾ എന്റെ മുഖത്തടിച്ച ഞാൻ നിന്നങ്ങ് കൊള്ളും. അന്നൊരു ദിവസം കൈ കടന്നു പിടിച്ചില്ലേ, ഇനി അങ്ങനെ കടന്നു പിടിക്കത്തില്ല. മോളുടെ കൈയുടെ പാടെന്റെ കരണ്ട് വീഴുന്ന എനിക്കിഷ്ടമാണ്. എന്നാലേ എനിക്കതത്ര ഇഷ്ടമല്ല. പോവാണോ? ഫ്രോഡുകളോട് ഞാൻ അധികം സംസാരിക്കാറില്ല. അങ്ങനെ കൊമ്പനെത്തി. ഇപ്പൊ കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോടി മോനെ. ഇനിയെങ്കിലും നേരെ ചൊവ്വെ ജീവിക്കാൻ നോക്കണം, ജയിലിൽ കിടന്ന് ആയുസ് കളയാതെ. ചോരത്തിളപ്പുള്ള ആണുങ്ങളാണെങ്കിൽ ചിലപ്പോ ജയിലിലൊക്കെ കിടന്നു വരുമേ. അതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ജയിലിൽ നിന്ന് വന്നതൊക്കെ കൊള്ളാം, ഇനിയെങ്കിലും നല്ലൊരു പെങ്കൊച്ചിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞതാണല്ലോ, ഒരു വേള കണ്ടുവച്ചിട്ടാ പോകുന്നതെന്ന്. ഇടം നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുപിടിന്ന് നമുക്ക് ആ ബന്ധം അങ്ങ് നടത്താം. എന്റെ പെണ്ണ് അവള് തന്നെയാ. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ അവളെ വീണ്ടും കണ്ടത്. നേരാണോ? ആ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവളെ കണ്ടത്. ഇത്തിരി പ്രശ്നക്കാരിയാ. അനുനയത്തിൽ അടുത്തേക്ക് ചെന്നപ്പോ അവൾ എന്റെ സംസാരത്തിനൊക്കെ കുറച്ച് അഹങ്കാരത്തോടെയാ മറുപടി പറഞ്ഞത്. കണ്ണി കണ്ട അഹങ്കാരികളെയൊക്കെയാണോ
നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? എടാ, കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികള് ചെറുപ്പക്കാരാണുങ്ങളോട് വഴിയരികിൽ നിന്ന് ശൃംഗാരത്തോടെ സംസാരിക്കത്തൊന്നുമില്ല. നിന്നെ അവൾ ആട്ടി വിട്ടെങ്കിൽ അത് അവളുടെ മേന്മയായിട്ട് വേണം കരുതാൻ. ഏതായാലും വീടൊക്കെ അറിയാലോ. ഉടനെ അവിടം വരെ ഒന്ന് പോണം പെണ്ണ് കാണാൻ. ആ ആ, കുറച്ച് ദിവസമായല്ലോ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ? നിനക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ കുളി കഴിഞ്ഞിട്ട് വാ. അതെ, ഇനിയെങ്കിലും അച്ഛന്റെ വഴിയെ മോനെ നടത്താതെ അവന് നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്ക്. അവന്റെ കുടുംബമാണ് ഈ കുടുംബം. ഇതിനകത്ത് ഒരൊറ്റ കരട് മാത്രമേ ഉള്ളൂ. ആ കരട എന്റെ അടുത്ത് നിൽക്കുന്നത്. ആ, മോൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ മനസ്സിലാവും എല്ലാ പെണ്ണുങ്ങളും എന്നെ പോലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടത്തില്ലെന്ന്. ഓ, അണ്ണാ, നാളെ ചിലപ്പോ അട്ട വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിങ് ബ്രേക്ക് ആണത്രേ. അവൻ വരട്ടെ, അവന് കണ്ടിട്ട് കുറെ ആയി. അവൻ ഞായറാഴ്ച വരുമെന്നും പറഞ്ഞിട്ട് പോയതാ. ദേ, പെണ്ണം വരുന്നു. എന്താടാ ഇങ്ങോട്ടൊക്കെ? ചുമ്മാ അണ്ണനെ ഒന്ന് കാണാൻ. മര്യാദക്കല്ലേ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്? അല്ല, മര്യാദകേട് കാണിച്ചെന്ന് ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ കൈയും കാലും ഞങ്ങൾ തല്ലി പിടിക്കില്ലേ? എന്റെ അണ്ണന്മാരെ, ഞാനിപ്പോ എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ ദീപയെ കാണുന്നത്. അവിടെ ഇപ്പൊ ദീപയെ ശ്വാസം മുട്ടിക്കുന്നത് എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും കൂടെയാ. അവര് രണ്ട് പെമ്മക്കളും അമ്മായിയുടെ തനി സ്വഭാവക്കാരാ. എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. സത്യം പറഞ്ഞ ഒരു കൊട്ടേഷൻ തരാനാ ഞാൻ ഈ രാത്രി തന്നെ വന്നത്. എന്റെ ഭാര്യയെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കാവോ? ആഹാ, അവളുടെ പാപ്പ നീയാ. അപ്പൊ ഞാനാണോ അവളെ മെരുക്കിയെടുക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്റെ അളിയന്റെ അമ്മയില്ലേ, ജയലാലിന്റെ അമ്മ. നിന്റെ ഭാര്യയുടെ അമ്മയും അവര് തന്നെയാ. അതെ, ആ അമ്മയെ ആർക്കെങ്കിലും മെരുക്കിയെടുക്കാൻ പറ്റുമോ? എന്റെ അമ്മാവനാണെങ്കിൽ ഒരു എക്സ് മിലിറ്ററിയാ. അങ്ങേര് പോലും മുട്ട് വരച്ച അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്വന്തം ഭാര്യക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യത്തെ ഭർത്താവായിരിക്കും ഇവൻ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ടണ്ണ. എത്രയോ പേര് സ്വന്തം ഭാര്യയെ കൊല്ലാൻ വേണ്ടി ആളെ വിടുന്നു. ഇവിടെ ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് വിരട്ടി മയപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. എടാ, അവനവന്റെ ഭാര്യയെ അവനവന് നിലയ്ക്കിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരെ കളയണം, അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവണം. ഈ രണ്ടാമത് പറഞ്ഞത് മിക്കവാറും നടക്കും. ഞാൻ എന്നെ തന്നെ കൊന്നുകളയും. നീയൊക്കെ മരിക്കുന്നതാടാ നല്ലത്. നിന്നെ കൊണ്ടിപ്പോ ദീപ ചേച്ചിക്ക് ശല്യമൊന്നുമില്ലെന്ന് പറയുന്നത് സത്യമാണോടാ? അയ്യോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചു നോക്കി. അണ്ണനും ജയലാലളിയനും ഇപ്പൊ നല്ല കൂട്ടാണല്ലോ. അളിയന്റെ ഫോൺ നമ്പർ എന്തായാലും അണ്ണന്റെ കൈ കാണുമല്ലോ. ഇപ്പൊ തന്നെ വിളിച്ചു നോക്കി. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്തോ. അയ്യോ, ഇനി നീ തെറ്റ് ചെയ്താ നിന്റെ കാലെ പിടിച്ചാ നിലത്തടിക്കും. അതുപോലെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അളിയനേക്കാൾ മുമ്പേ ഞാൻ എല്ലാ കാര്യങ്ങളും അണ്ണന്റെ കാലിൽ എത്തിച്ചിരിക്കും. നമ്മളിപ്പോ നല്ല സുഹൃത്തുക്കളല്ലേ? ആരാടാ പറഞ്ഞേ നീ എന്റെ സുഹൃത്താണെന്ന്? അയ്യോ, നിന്നെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലടാ. നിനക്ക് ഞാൻ ഇത്തിരിയെങ്കിലും ബഹുമാനം തരണമെങ്കിൽ നീ ആദ്യം നിന്റെ ഭാര്യയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അതിന് പറ്റുന്നില്ലെങ്കിൽ നീ അവളെയും കൊണ്ട് വേറൊരു വീടെടുത്ത് താമസിക്കണം. ആണിന്റെ അന്തസ് കളയുന്നമാരെയൊന്നും കൂട്ടുകാരെന്ന് വിളിക്കാൻ പറ്റില്ല. അണ്ണൻ ഈ പറയുന്ന ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബന്ധം പിരിയ. അങ്ങനെ പിരിഞ്ഞാലും അവര് തന്ന സ്ത്രീധനൊന്നും തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലില്ല. അതേതാണ്ട് ചെലവായി പോയി. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരടിമയെ പോലെ ജീവിക്കുക, അതിനെ ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കും. പോട്ടെ പോട്ടെ അണ്ണാ. അയ്യോ, കൈ. ഇവനെയൊക്കെ പേടിച്ച് ഇനി എത്ര കാലം ജീവിക്കാൻ പറ്റും? വീട്ടിലോട്ട് ചെന്ന കടിച്ചു കീറാ ഒരുത്തി. പുറത്തോട്ട് ഇറങ്ങിയാലും അങ്ങനെ തന്നെ. ആകാശത്തൊരു വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി നിൽക്കായിരുന്നു.
തിരിഞ്ഞു നോക്കാ പോടാ. എന്റെ അമ്മേ. അവൻ എന്തായാലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെണ്ണ. നമ്മളെ ഭയക്കുന്നവരെ. അത് കഴിഞ്ഞാ പഴയതിനേക്കാളും മോശമായിരിക്കും അവന്റെ സ്വഭാവം. ജയലാലേട്ടന്റെ അമ്മയെ എങ്ങനെയാണെന്ന് വഴിക്കൊണ്ടുവരാൻ പറ്റുന്നത്? ഞാൻ ആലോചിച്ചിട്ട് അതിനൊരു മാർഗവുമില്ലടാ. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരിക്കലൊരു അപകടം ഉണ്ടാകാൻ പോയപ്പോ കാറിൽ നിന്ന് ഇറങ്ങി വന്ന എന്റെയും അട്ടബിനുവിന്റെ കർണത്ത് ജയലാലിന്റെ അമ്മ തല്ലി. അപ്പോഴെനിക്ക് ആളെ പിടികിട്ടി. അവര് നമ്മളെക്കാളും ചങ്കുറപ്പുള്ള ഒരു പെൺകുണ്ടയാ, എന്തിനും പോകുന്ന ഒരു സ്ത്രീ. എന്താ മോളെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ അവനെ പറ്റി ചിന്തിക്കായിരുന്നു. അവനല്ലേ ചേച്ചി അന്ന് കല്യാണത്തിനെന്ന് ഓഡിറ്റോറിയത്തിൽ വന്നത്? ആര്? ആ കാർത്തയുടെ കാര്യ പറയുന്നത്. മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അവനാ ജയേട്ടനെ തട്ടിക്കൊണ്ടുപോയത്. കാറിന്റെ ഡീലിങ്സുമായിട്ട് എന്തോ തർക്കമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ? നമ്മുടെ അമ്മ സംശയിക്കുന്ന പോലെ ഇനി അവൻ ദീപയുടെ ശത്രുവാണെങ്കിലോ? എന്തായാലും ജയേട്ടൻ വരുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കണം. വേണ്ട. ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്ന കൂട്ടത്തില ജയേട്ടൻ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും സത്യം പറയത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഞങ്ങള് തമ്മിൽ ഇനിയും കാണും. ആ സമയത്ത് കാര്യങ്ങൾ സാവകാശം അറിയാൻ ശ്രമിക്കണം. ദേ, അവനൊരു തല്ലിപ്പൊളിയാ. വെറുതെ കയറി അടുക്കരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാൻ ചേച്ചി. അവന്റെ ഒരു വേലത്തരവും ഇവിടെ ചെലവാവില്ല. കാശുകാരനാണെന്നാ തോന്നുന്നത്. എത്ര വലിയ കാശുകാരനാണെങ്കിലും അവന്റെ സാമർഥ്യമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇപ്പോഴേതായാലും എന്നെ അവൻ പ്രേമിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനി ജയേട്ടനായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നിന്നെ സ്നേഹിച്ച് കുടുക്കിയിട്ട് ചതിക്കാനായിരിക്കും അവൻ നോക്കുന്നത്. എങ്കിൽ അവൻ ചതിക്കപ്പെടുത്തേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ മക്കളല്ലേ. അവിടെ പിന്നെ നമ്മളെ തകർക്കാൻ നോക്കുന്നവൻ സ്വയം പൊട്ടിത്തെറിക്കത്തേ ഉള്ളൂ. എന്തായാലും അവനുമായിട്ട് ഉടക്കാനൊന്നും നിക്കണ്ട. ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയാനേ പറ്റില്ല മോളെ. നമുക്ക് ആ കല്യാണ വീഡിയോ ഒന്ന് നോക്കാം. അപ്പോ അവനാണോ അവിടെ വന്നേന്ന് ഉറപ്പിക്കാലോ. ഉറപ്പിക്കാനൊന്നുമില്ല. അത് അവൻ തന്നെയാ. ഞാൻ വ്യക്തമായിട്ടൊന്നും അവനെ കണ്ടിട്ടില്ല. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതേ കണ്ടുള്ളൂ. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ പെട്ടെന്ന് പിടികിട്ടാതിരുന്നത്. അല്ല, അവന് നിന്നെ പിടികിട്ടി കാണില്ലേ? എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടെന്നൊക്കെ അയാള് പറയുന്നുണ്ട്. ഇനി അത് മനസ്സിലായില്ല എന്ന് നടിക്കാണോന്നറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഇനി കാണുമ്പോ ഉടക്കാതെ അവനുമായിട്ട് മയത്തിലൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ അറിയേണ്ടതൊക്കെ അറിയാൻ പറ്റിയേക്കും. എന്തായാലും ആ കല്യാണ വീഡിയോ നമുക്കൊന്ന് കാണണം. ഇനി വെട്ടും കുത്തുമൊക്കെ ആയിട്ട് നടക്കാൻ പോവാണോ, അതോ നീ പറഞ്ഞ പോലെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുവോ? സംശയമൊന്നും വേണ്ട. അമ്മയ്ക്കൊരു മരുമോളെ തരാൻ പോവാ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാളെയാ പെണ്ണ് കാണല്. നാളെയോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളൂടെ വരാം. ആരും വരണ്ട. ആദ്യം പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. എന്നിട്ട് വേണം എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോയി സീരിയസ് ആയിട്ട് കല്യാണം ആലോചിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ കൂടെയുള്ള ആ മുടി നീട്ടി വളർത്തിയമാരെ ഒന്നും കൊണ്ടുപോകരുത്. അവന്മാരെ കണ്ടാൽ തന്നെ ആരും പെണ്ണ് തരില്ല. ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. എന്തായാലും ഒരു പെണ്ണിനെ ആകർഷിക്കാനുള്ള സൗന്ദര്യമൊക്കെ അമ്മയുടെ മോനുണ്ടല്ലോ. നിന്റെ സൗന്ദര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പുറമേ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളിലാ ഇല്ലാത്തത്. എന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് നല്ലവനാവാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണശേഷം നിന്റെ അച്ഛന്റെ സ്വഭാവം പുറത്തെടുക്കരുത്. ഞങ്ങളൊക്കെ പഴയകാലത്തെ സ്ത്രീകളാ. ഏത് വീട്ടിലും അടങ്ങി ഒതുങ്ങി ജീവിക്കും. ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും ശരി. അതുപോലെയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കാര്യം.
അവര് ആണിനൊപ്പം നിൽക്കുന്നവരാ. ഈ പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ആണിനെക്കാളും മുകളില. അങ്ങനെ ഒരുത്തിയായിട്ട് നിനക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരുത്തിയെ തളച്ചിടുന്നത് ആണിന്റെ മിടുക്ക്. കല്യാണശേഷം വീട്ടിനകത്തെ ബഹളം അയൽക്കാര് കേൾക്കാതിരുന്ന കൊള്ളാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. എന്താന്നറിയില്ല, അവള് മനസ്സിലങ്ങ് കൊളുത്തി പിടിച്ചുപോയി. ഇനിയിപ്പോ അവളില്ലാതെ മറ്റൊരു പെൺകുട്ടി എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ജയിലിൽ കിടന്നപ്പോഴും അവള് തന്നെയായിരുന്നു മനസ്സില്. രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ 1-2 മാസം കഴിഞ്ഞ് അവള് വലത് കാലിച്ചതാ ഇവിടേക്ക് വന്നു കയറി, അമ്മയ്ക്ക് കൂട്ടായിട്ട്. അവര് ഈ നാട്ടിൽ വന്ന് അന്വേഷിക്കാതിരുന്ന കുഴപ്പമില്ല. അന്വേഷിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ നാട്ടിലെ പ്രമാണി സദാനന്ദ മുതലാളിയുടെ മകനല്ലേ. പക്ഷേ അതിനേക്കാൾ വലിയ വലിയ പേരുകൾ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ, അവസാനം ഇപ്പൊ ജയിൽ പുള്ളിന്ന പേരും. ആ പേരെനിക്ക് നേടിത്തന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. കല്യാണശേഷം എന്റെ സ്വഭാവം അടിമുടി മാറ്റിയാലും ശരി, അവരോടുള്ള പകയും പ്രതികാരമൊന്നും അവസാനിക്കില്ല. മൂത്ത മോളുടെ കെട്ട് കഴിഞ്ഞപ്പോ ഭാഗ്യലക്ഷ്മി നന്നായിട്ടൊന്ന് ആശ്വസിച്ചു കാണും. പക്ഷെ അതൊക്കെ താൽക്കാലിക. അവളെ ഞാൻ പിന്തുടരും. അവളുടെ ജീവിതം വഴിമുട്ടും. എന്താ അല്ല, പുറത്തൂടെ ഒരു ബുള്ളറ്റ് പോയി എന്ന് പറയുമായിരുന്നു. അമ്മാവനെ നെഞ്ചത്തൂടൊന്നുമല്ലല്ലോ പോയത്, പിന്നെന്തിനാ മനുഷ്യനെ പേടിപ്പിക്കുന്നേ? ഓഹോ, നിനക്ക് ബുള്ളറ്റ് എന്ന് പറഞ്ഞ അത്ര പേടിയാണോ? അളിയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വാഹനമാണ് ബുള്ളറ്റ്. അളിയൻ അമ്മാവനോടെല്ലാം പറഞ്ഞിരുന്നു അല്ലേ? ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലടാ. മിക്കവാറും നിന്നെ ബുള്ളറ്റ് ജഗം കാലേവാരി നിലത്തടിക്കും. ഞങ്ങള് തമ്മി ഇപ്പൊ വലിയ കൂട്ടാ. ബുള്ളറ്റ് ജഗ എന്നോട് ചോദിച്ചു എന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കൂടേന്ന്. ഇത് ഞാൻ എന്നും ചോദിക്കുന്നതല്ലേ. എടാ, നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഈ വീട്ടിനകത്ത് 90% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടേനെ. ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല അളിയ. അമ്മാവനും അളിയനും എന്താ ഹേമയുടെ സ്വഭാവം അറിയാത്തോടെ സംസാരിക്കുന്നേ? ഞാനൊരു ആണിനെ പോലെ പെരുമാറിയാ ഞങ്ങളുടെ ബന്ധം പിരിയേണ്ടി വരും. ദേ നിൽക്കുന്ന ഒരാള് അമ്മായിയുടെ മുമ്പിൽ പഞ്ചപുച്ഛവടക്കി നിൽക്കുന്നതിന്റെ കാരണം എന്താ? എങ്കിലേ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റൂ. ശരിക്കും പറഞ്ഞ ഞാൻ അമ്മാവനെ അനുകരിക്കുക. നോക്ക്, 6 അടിക്ക് പോയി പൊക്കമുണ്ട്, കൈക്കൊക്കെ നല്ല കരുത്തും. എന്നിട്ട് മക്കളും ഭാര്യ അഹങ്കാരം കാണിക്കുമ്പോ അവർക്കെതിരെ ഈ കൈ പൊങ്ങുന്നുണ്ടോ? ഒരിക്കലും പൊങ്ങത്തില്ല. പൊങ്ങിക്കഴിഞ്ഞ അമ്മാവൻ നിന്ന് കത്തുവെന്ന് അമ്മാവന് നന്നായിട്ട് അറിയാം. ഏതായാലും നിന്നെ കൊണ്ടുള്ള ദീപയുടെ ശല്യം തീർന്നല്ലോ. ഞാൻ ഒതുങ്ങിയിട്ട് കാര്യമുണ്ടോ അമ്മാവ? ഒരാള് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ ആരൊക്കെ ഇവിടെ കാണുമെന്ന് കണ്ടറിയാം. നിന്റെ ഭാഗത്തുനിന്ന് ഇനി എല്ലാ സപ്പോർട്ടും എനിക്കും ദീപയ്ക്കും വേണം. നീ എപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സ് ചൂട് പിടിപ്പിച്ച പിന്നെ നിനക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. നീ ഇപ്പൊ തന്നെ ബുള്ളറ്റ് ജഗന്റെ കറണ്ട് സുനിലിന്റെ നിരീക്ഷണത്തിലാ. എന്ന് അളിയനോട് പറഞ്ഞായിരുന്നു? അതൊക്കെ നീ എന്തിനാ അറിയുന്ന? നേരെ ചൊവ്വെ പോയില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ വലിയ ആയുധമൊന്നും വേണ്ട. അവന്റെ ഒരു ചെറു വിരല് മതി. ശരിയാ, അവന്മാർക്ക് ഭയങ്കര കരുത്താ. എന്നിട്ടാണോടാ നീ കാല് വഴുതി വീണ് കൈയുടെ കുഴ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ എടാ, പാവപ്പെട്ട പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതിന് നിന്റെ കൈയും കാലും തല്ലി ഒടിക്കുക വേണ്ടത്. ഇവൻ ചെയ്യേണ്ടത് വേറൊരുത്തൻ ചെയ്തു, അത്രേ ഉള്ളൂ. വൃത്തികെട്ടവൻ. അളിയ, ഇപ്പൊ അളിയന്റെ കയ്യിലാ എന്റെ ജീവിതം. ഞാനിപ്പോ ദീപയെ ശല്യം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ കൂടെയാ നിക്കുന്നത്. അങ്ങനെ തന്നെ ബുള്ളറ്റ് ജഗനെ കാണുമ്പോ പറയണേ. എല്ലാം നിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അല്ല അളിയ, ഞാൻ അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, അളിയന്റെ പെങ്ങന്മാരെ ഈ ബുള്ളറ്റ് ജഗനെ കൊണ്ടൊന്ന് വിരട്ടിച്ചൂടായിരുന്നു? എന്തിന്? അല്ല, ഒരു ദിവസമെങ്കിലും ഭർത്താവായിട്ട് ജീവിക്കാനുള്ള ഒരു കൊതി കൊണ്ട് അളിയ. അത് ബുള്ളറ്റ് ജഗനല്ല വിചാരിക്കേണ്ടത്, നീയാ.